Assalamu alaikum. Good afternoon, children. How are you? Have you all learned tables? Multiplication table 1 to 10? Yes, I hope you all are doing very well and you learn by heart and memorize it thoroughly. If not, you must learn thoroughly. Okay, otherwise you cannot do this lesson. After we have some more exercise from page number 85 onwards. If you don't know table, you cannot do. So you must learn all the multiplication table. Okay. Now today we are going to discuss about properties of multiplication. What? Properties of multiplication. Multiplication table പഠിച്ചു. ഇനി properties of multiplication. എന്താണ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ്? ഗുണങ്ങൾ മീൻസ് പ്രോപ്പർട്ടീസ് മീൻസ് അതിന്റെ സവിശേഷതകൾ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇന്ന് പറയുന്നത്. ഓർഡർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ. ഓർഡർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഓർഡർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് മീൻസ് നിങ്ങൾ ടേബിള് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ 2ന്റെ ടേബിൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 2 sevens are 14 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടി. അറ്റ് ദ സെയിം ടൈം യു ലേൺ വൈൽ യു ലേൺ ഇൻ 7 ടേബിൾ 7 times 2 ഓൾസോ 14 അല്ലെ? അതായത് ഓർഡർ ചേഞ്ച് ചെയ്താലും നമ്പേഴ്സിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും യുവർ ആൻസർ വിൽ ബി റിമൈൻസ് സെയിം. യുവർ ആൻസർ വിൽ ബി റിമൈൻസ് സെയിം. Then 3 5s are 15. Then 5 times 3 15. Then 4 times 5 20. Then 5 times 4 20. That is properties in order in multiplication. അപ്പോൾ ഫസ്റ്റ് ഓൺ പേജ് നമ്പർ 84 ഓൾ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. എല്ലാവരും അത് റീഡ് ചെയ്ത് നോക്കണം. അപ്പോൾ ഓർഡർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായല്ലോ. ഏത് ലൈൻസ് വെൻ യു മൾട്ടിപ്ലൈ 2 numbers the answer remains same even their order is changed. ആ ഇക്വേഷൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു വെക്കുക, അത് പഠിക്കുക. അതായത് നിങ്ങൾ ഒരു നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസർ റിമൈൻസ് സെയിം ആയിരിക്കും ഈവൻ ദെയർ ഓർഡർ ഈസ് ചേഞ്ച്ഡ്. ഓർഡർ ചേഞ്ച് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഓർഡർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ. ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് multiplying by 0. Multiplying by 0. There are 3 vases in Sakshi's house. Then how many flowers there are in the vase? 3 groups of 3 flowers each. 3 times 0 0. നോക്കൂ, ഈ ഫ്ലവർ വേഴ്സിനകത്ത് 0 ഫ്ലവേഴ്സ് ആണ് അല്ലെ? ഫ്ലവേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ how many flowers are there? 0. That means if you add any number with a 0, your answer is 0. അത് നമുക്ക് അറിയാൻ കഴിയും. When you multiply any number by 0, the answer is always 0. Always. ഇപ്പോ 25 times 0, 0. 100 times 0, 0. Then 145 times 0, 0. 0 how many times repeated? No problem. The answer will be the same. 0 തന്നെയായിരിക്കും. അതറിയാലോ. ദാറ്റ് ഈസ് സെക്കൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷനിലെ സെക്കൻഡ് ആണത്. ദെൻ മൾട്ടിപ്ലൈയിങ് ബൈ 1. മൾട്ടിപ്ലൈയിങ് ബൈ 1. നൗ സാക്ഷി ഹാസ് പുട്ട് 1 flower in each vase. ഓരോ ഫ്ലവർ ഇട്ടു ഓരോ വേസിൽ. 3 group of 1 flower. ദാറ്റ് മീൻസ് 3 flower. ഓരോ ഒരു ഗ്രൂപ്പില് 1 ആണ് എങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ആ സെയിം നമ്പർ തന്നെയായിരിക്കും. വെൻ യു മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 1, ദ ആൻസർ റിമൈൻസ് ഇറ്റ്സെൽഫ്. ദാറ്റ് മീൻസ് 10 times 1 10. നമ്പർ ഏതാണ് അത് തന്നെയായിരിക്കും ആൻസർ. 4 times 1 4. 6 times 1 6. 1 times 6 6. 1 ആയിട്ട് നിങ്ങൾ ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും യുവർ ആൻസർ റിമൈൻസ് ഇറ്റ്സെൽഫ്. ദ നമ്പർ ഇറ്റ്സെൽഫ്. ഓക്കെ, ദ നമ്പർ ഇറ്റ്സെൽഫ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ദെൻ 125 times 1. Then 185 times 1. Then 1000 times 1. If any number multiply by 1, your answer remains the number itself. Okay.
അപ്പോൾ 3 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഓർഡർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ, when you change the order but number answer will be same. Then next, multiplying by 0, the answer is always 0. Then multiply by 1, the answer is remains the number itself. Okay. Now next property, multiplying by 10. Multiplying by 10. 10 times 1 10, 10 times 2 20, 10 times 3 30. അതായത് നിങ്ങൾ ഏതൊരു നമ്പറിനെയും 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ആൻസറിൽ ഒരു 0 ഉണ്ടായിരിക്കും. ഏതൊരു നമ്പറാണോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇപ്പൊ 4 times 10 ആണെങ്കിൽ 4 കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 0 ഇട്ടാൽ മതി. ദാറ്റ് മീൻസ് 40. ഓക്കെ, 40. Now 10 times 6 60. അതേപോലെ 25 times 10, 25 കഴിഞ്ഞ് ഒരു 0. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ആ നമ്പർ എഴുതിയതിനു ശേഷം റൈറ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്താൽ മതി. ഓക്കെ. ടു മൾട്ടിപ്ലൈ നമ്പർ ബൈ 10, ആഡ് എ 0 ടു ദ റൈറ്റ് ഓഫ് ദ നമ്പർ. ടു ദ റൈറ്റ് ഓഫ് ദ നമ്പർ. 8 ആണെങ്കിൽ 8ന്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇടുക. 25 ആണെങ്കിൽ 25 ഇട്ടിട്ട് 0 ഇടുക. ഇതാണ് 25 times 10 മീൻസ് 250. ഒരു 0 എക്സ്ട്രാ വരും എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണമെന്നില്ല, അതൊക്കെ നമ്മൾ ബൈ ഹേർട്ട് ചെയ്യാം. ഓക്കെ, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 0 ആഡഡ് ഇൻ ദ റൈറ്റ് സൈഡ്. ഓക്കെ. നൗ മൾട്ടിപ്ലൈങ് ബൈ 100. അപ്പൊ എന്തായിരിക്കും? ഹൗ ഡു യു മൾട്ടിപ്ലൈ ബൈ 100? സെയിം പ്രൊസീജിയർ ആണ് അല്ലെ? നമ്മൾ ആ നമ്പർ എഴുതുക, then you put 20 in right side of the number. 25 times 100, 25 ഇട്ടതിന് ശേഷം 20, you put 20, then 2500. Okay. Now similarly 4 times 100 400, 5 times 100 500, 6 times 100 600. If you multiply by a number by 100, you put the right of the number, you put 20. ഓക്കെ. അപ്പൊ അത് രണ്ടുമാണ് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷന് വരുന്നത്. ഇനി നമ്മൾക്ക് റോ ആയിട്ടാണ് നമ്മൾ ഇതുവരെ മൾട്ടിപ്ലൈ ചെയ്ത് പഠിച്ചല്ലേ. 7 times 5 25 എന്ന് പറഞ്ഞ് റോസ് ഇങ്ങനെയാണ് നിരത്തി എഴുതിയാണ് അല്ലെ. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ കാണാൻ കഴിയുന്നത് 86 എന്ന പേജ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതാണ്. അതായത് ആ സെയിം നമ്പർ തന്നെ കോളം വൈസ് എഴുതിയിരിക്കുന്നു. കോളം വൈസ്, അതായത് മേലെയും താഴെയും വേർട്ടിക്കലായിട്ട് എഴുതിയിരിക്കുന്നു. ഇതാണെങ്കിൽ പോലും ആൻസർ നിങ്ങൾക്ക് ശരിയായിരിക്കും. ഓക്കെ. 4 times 3 12, then 5 times 2 10, 8 times 5 40. ഓക്കെ, ക്യാൻ യു സീ? ഓക്കെ. ഇനി എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കൂ. നൗ ലുക്ക് അറ്റ് ദ ബോർഡ്. പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. We already explained order in multiplication. Okay, we already explained order in multiplication. This is the written form. So everyone look at this. 5 times 2 10, 2 times 5 10. That means 5 and 2 the same number here, but the order is changed, but the answer remains same. That is order in multiplication. Then 3 times 4 12, 4 times 3 12. That means 3 and 4 the same numbers, but the order is changed here and here. Look, here 3 first and 4 second. Here 4 first and 3 second. But the answer remains same. That means when you multiply two numbers, the answer remains same. Even their order is changed. Even their order is changed. അവരുടെ order change ചെയ്താലും the answer remains same. Next, multiply by 0. That means 10 times 0 0, 4 times 0 0, 25 times 0, 32 times 0 0. If you can add any number, if you can multiply with any big number, small number with 0, the answer will be 0. That means this is the second property. That means when you multiply any number by 0, the answer is always 0. The answer is always 0. Okay. Multiply by 1. The third property is multiply by 1. You
multiply any number with 1, your answer, this number itself, your answer is the number itself. That means 2 multiply by 1. ഏത് നമ്പറുമായിട്ടാണ് 1 മൾട്ടിപ്ലൈ ചെയ്തത്? 2. Then the answer is the number itself. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ തന്നെയായിരിക്കും ഇവിടെ ആൻസർ. 1 times 8, the answer is number itself. That means 8. 25 times 1, 25. 73 times 1, 73. If you add more number, എത്ര വലിയ നമ്പർ എടുത്ത് നിങ്ങൾ ഇതിങ്ങനെ ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും, if you multiply with 1, your answer will be the number itself. Okay, that is the third property. The next property is multiply by 10. Multiply by 10 means you put 1 0 at right of the number. Look, 25 times 10. 25 ആദ്യം എഴുതുക. Then right side ലായിട്ട്, ഇതല്ലേ right side. Right side ലായിട്ട് നിങ്ങൾ 0 add ചെയ്യുക. 8 times 10, 80. 4 times 10, 40. 5 times 10, 50. 10 times 70. Then 70 ഇട്ടതിന് ശേഷം ഒരു 0 ഇടുക. എന്തായാലും നിങ്ങൾ റൈറ്റ് സൈഡിൽ യു ജസ്റ്റ് പുട്ട് 1 0. ഇഫ് യു മൾട്ടിപ്ലൈ വിത്ത് 10, യു അണ്ടർസ്റ്റാൻഡ്? ടു മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 10, ആഡ് ഈ 0 ടു ദ റൈറ്റ് ഓഫ് ദ നമ്പർ. ഈ സെയിം റൂള് തന്നെയാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ബൈ 100 എന്ന് പറയുന്നത്. ഫിഫ്ത് പ്രോപ്പർട്ടി ആണ് എന്താ? മൾട്ടിപ്ലൈ ബൈ 100. അങ്ങനെ വരുമ്പോൾ എന്താണ്? 100. 25 multiply 100, then 2500. 8 multiply 100, 800. 4 multiply by 100, 100, then 400. Then 5 multiply by 100, then 500. That means first you write the number, then put 2 0. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 0 ഇവിടെ ഇട്ട് കൊടുക്കുക. 10 കൊണ്ടാണെങ്കിൽ 1 0 ഇട്ട് കൊടുക്കുക. That is the answer. Okay? Do you understand? Okay, these are the properties of multiplication. Order in multiplication, multiply by 0, multiply by 1, then multiplying by 10, multiplying by 100. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ്, ഈ 5 പ്രോപ്പർട്ടീസ് ആണ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് റൈറ്റിംഗ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചത് 3 times 2 ഇങ്ങനെ റോ വേസിലാണ്. 6, then 4 times 8, 32. ഇതേപോലെ ആയിരുന്നു അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റോ വേസ് മാറ്റിയിട്ട് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ കോളം വേസ് ആക്കുക. ദാറ്റ് മീൻസ് 3 multiply 2 is equal to 3 times 2, 6. This is the answer. ഇനി 4 times 8, 4 multiply 8, then column വേസിലാക്കുക. 4 times 8 or 8 times 4, 32. ഇതാണ് കോളം വേസ്. അപ്പോ you look at the page number 86. There are so many problems. Okay, on page number 86 you do in the textbook, and on the page there write in column and multiply. Then some more question you have to do in your notebook. Okay, write in column and multiply. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് കോളം വേസിൽ ആഡ് ചെയ്യുക. അപ്പോൾ everyone learn by heart the properties of multiplication and all the tables. Okay, assalamu alaikum.